നമസ്കാരം. നിലമ്പൂർ എം.എൽ.എ. PV അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് ചേർന്നിരിക്കുന്നത് പുല്ലുവിലയുള്ള പാർട്ടിയിലേക്കാണ് എന്നാണ് സംസ്ഥാനത്തെ CPM-ന്റെ സമന്വിതരായ പല നേതാക്കളും ആക്ഷേപമുയർത്തിയത്. എന്നാൽ പുല്ലുവിലയുള്ള പാർട്ടിയിൽ ചേർന്ന്, അതായത് അവരുദ്ദേശിച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനെ കുറിച്ചാണ്. പുല്ലുവിലയുള്ള തൃണമൂൽ കോൺഗ്രസിൽ അൻവർ ചേർന്നതിനാൽ കേരളത്തിൽ യാതൊരു ശല്യവും അൻവറിനെ കൊണ്ടുണ്ടാകില്ല. ഈ പാർട്ടിക്ക് കേരളത്തിൽ യാതൊരു നിലനിൽപ്പുമില്ല. അതുകൊണ്ട് PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ പറഞ്ഞത്. എന്നാൽ PV അൻവറിന് മുന്നിൽ പിണറായി വിജയൻ വീണ്ടും മുട്ടുമടക്കിയിരിക്കുന്നു. അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പിണറായി മുട്ടിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പിണറായി വിജയന്റെ പത്രപ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തിക്കൊണ്ടുവന്ന സമരത്തിന് ഒരു പര്യവസാനമുണ്ടായിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച രീതിയിൽ ഈ സമരം വിജയിച്ചിരിക്കുന്നു. അഥവാ സർക്കാർ അത്തരം വന നിയമ ഭേദഗതിയിൽ നിന്നും പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് PV അൻവറിന്റെ വിജയമായി രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രഖ്യാപനത്തെ ഉയർത്തി കാണിക്കുന്നത്. വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഏറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ജനകീയ പ്രക്ഷോഭങ്ങൾ ഭയന്നുകൊണ്ട് മുഖ്യമന്ത്രി വന നിയമ ഭേദഗതി എന്ന ആ ഒരു ചട്ടത്തിൽ നിന്നും സർക്കാർ അത്തരത്തിൽ ഒരു തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകുന്നു എന്നാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമായത്. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. തുടർന്ന് 2026 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സന്ദർഭത്തിൽ മലയോര കർഷകരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമുദായത്തെയും പിണക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിണറായി വിജയനെതിരെയും പാർട്ടിയുടെ സമന്വിതരായ നേതൃത്വത്തിനെതിരെയുമെല്ലാം അണികൾ പരസ്യമായി തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയും CPM-നെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. അതായത് CPM-ന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ ഉള്ള ജനകീയ അടിത്തറ കൂടി നഷ്ടമാവുകയാണെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേതടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് തിരിച്ചടി നേരിടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലയോര കർഷകരുടെയും ക്രൈസ്തവ സമുദായത്തിന്റെയും പിന്തുണ നഷ്ടമാകും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. പിന്നീട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. വന നിയമ ഭേദഗതി നിയമത്തിനെതിരെ ഈ വരുന്ന 27-ാം തീയതി മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ സമരജാഥകൾ മലയോര മേഖലയിൽ ആരംഭിക്കാനിരിക്കുന്നു. PV അൻവറുമായി ബന്ധപ്പെട്ട് വലിയൊരു പുകില് തന്നെയാണ് ഈ നിയമ ഭേദഗതിയുമായി നടന്നത്. PV അൻവറിനെ അറസ്റ്റിൽ കലാശിക്കുകയും പിന്നീട് ഒരു ദിവസം PV അൻവറിനെ ജയിലിൽ അടയ്ക്കുകയെല്ലാം ചെയ്ത നടപടി ബഹുമാനപ്പെട്ട ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. വന നിയമ ഭേദഗതി നിയമത്തിനെതിരെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്തിയ DMK-യുടെ പ്രവർത്തകർ അവിടെ അടഞ്ഞുകിടന്ന ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ തകർക്കുകയും ചെയ്തതിന്റെ പേരിലാണ് പ്രേരണാ കുറ്റം ചുമത്തി DMK-യുടെ നേതാവായ PV അൻവറിനെതിരെ പോലീസ് കേസെടുക്കുകയും ഭീകരവാദികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ രായ്ക്ക് രായ്മാനം PV അൻവറിന്റെ വീട് വളഞ്ഞ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും 200 പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം വലിയൊരു ആശങ്കയുളവാക്കി, സംഘർഷത്തിന്റെ പ്രതീതി ഉളവാക്കി PV അൻവറിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഒരു നിയമസഭാ അംഗമായ ജനപ്രതിനിധിയായ PV അൻവറിനെ ഇങ്ങനെ ഒരു കേസുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ പോലും PV അൻവർ ചെല്ലുമായിരുന്നു. എന്നിട്ടും PV അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ എടുത്ത നടപടി. ഇത് തന്നെ പിണറായി വിജയന്റെയും CPM-ന്റെയും കരണത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. CPM-ന്റെ പ്രതിച്ഛായ തകരുകയും PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ PV അൻവറിന് ഇന്നോളമില്ലാത്ത ഒരു പ്രതിച്ഛായ കൂടുകയും ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു ആ അറസ്റ്റും PV അൻവറിന്റെ ജയിൽവാസവും. എന്നാൽ തൊട്ടടുത്ത ദിവസം നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി PV അൻവറിന് ജാമ്യം അനുവദിച്ചതോടുകൂടി പിണറായി വിജയന്റെ മുഖത്തേറ്റ മറ്റൊരു കനത്ത പ്രഹരമായിരുന്നു അത്. ഇന്നിപ്പോൾ PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വന നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരപ്രക്ഷോഭങ്ങളെല്ലാം ശരിയായിരുന്നു, അല്ലെങ്കിൽ അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് PV അൻവറിന്റെ മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. വന നിയമ ഭേദഗതി ബില്ലുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല, അക്കാര്യത്തിൽ ഇനി ചർച്ചയ്ക്കില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമാകുന്ന അധികാരങ്ങൾ
ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നിയമവുമായി മുന്നോട്ട് പോകുന്നില്ല. ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഏത് നിയമവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ നയം അത് തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ഒരു നിയമ ഭേദഗതി ബില്ലിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നു, അതുമായി ഇനി മുന്നോട്ടേക്കില്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തിയത്. ഇത് തന്നെയാണ് കുറെ കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ മാണി കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നത്. ജോസ് കെ മാണി മുഖ്യമന്ത്രിയുടെ ഈ സമീപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും മലയോര കർഷകരുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും എതിർപ്പുകൾ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. CPM-നും പിണറായി വിജയനും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തലവേദന ഉയർത്തിയ PV അൻവർ മുൻപിൽ നിൽക്കുമ്പോൾ PV അൻവർ തന്നെ വന നിയമ ഭേദഗതി ബില്ലിനെതിരെ രംഗത്ത് വരികയും വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാകുന്നത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതോടുകൂടി സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ കൂടി PV അൻവറിന് ലഭിക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി രാഷ്ട്രീയത്തിൽ അത് CPM-ന് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ PV അൻവറിന് മുന്നിൽ മുട്ടുമടക്കി എന്നോണം തന്നെയാണ് ഇപ്പോൾ വന നിയമ ഭേദഗതി ബില്ല്. ഇനി അത്തരത്തിൽ ഒരു ബില്ലുമായി മുന്നോട്ട് പോകുന്നില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമ ഭേദഗതിയും സർക്കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയൂരിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ പിന്മാറ്റത്തെ ക്രൈസ്തവ സമൂഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഏത് നിമിഷവും അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികൾ മാറിമറിയും. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ശാശ്വതമായ ഒരു തീരുമാനമാണോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തോട് ഞങ്ങൾ അനുകൂലിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് മലയോര കർഷകരും ക്രൈസ്തവ സമൂഹവും ഒരുപോലെ തന്നെ ഇന്ന് വെളിപ്പെടുത്തിയത്. എന്തായാലും ഇത് PV അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പ്രതിഫലനം തന്നെയാണ്, അതിന്റെ വിജയം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.